ഡോക്ടർ, ഞങ്ങളുടെ മകൻ ഞങ്ങളെ കണ്ട് ആരാണെന്നൊക്കെ ചോദിക്കുക. ഞങ്ങളെ ഒട്ടും പരിചയമില്ലാത്ത ആളെ പോലെ പെരുമാറുക. എന്താ സംഭവിച്ചതെന്ന് നോക്ക് ഡോക്ടറെ. നിങ്ങൾ ആരാണെന്നൊക്കെ അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ പറയുന്നത് കേൾക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നേ. പുറത്തേക്ക് നിൽക്ക് പ്ലീസ്. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? അറിയില്ല. അർജന്റായിട്ടൊരു CT സ്കാൻ നടത്തണം. റിപ്പോർട്ടും പെട്ടെന്ന് കിട്ടണം. ലേറ്റ് ആകരുത്. റിപ്പോർട്ട്സ് ഒക്കെ വന്നു ഡോക്ടർ? വന്നിട്ടുണ്ട്. എന്റെ ഏട്ടൻ എന്തു പറ്റി? എന്ന് എന്റെ ഏട്ടൻ അങ്ങനെയൊക്കെ പെരുമാറുന്നേ? റിപ്പോർട്ട്സിലുള്ളത് എന്താ ഡോക്ടർ? അയ്യോ, ഒന്ന് നിർത്താവനി. എന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നത്? പറയാൻ തന്നെയല്ലേ വന്നത്. നിങ്ങൾ പറഞ്ഞോളൂ ഡോക്ടർ. ബാഡ് ന്യൂസ്. ബാഡ് ന്യൂസോ? ശ്രീകർ സാറിന് ഒന്നും ഓർമ്മയില്ല. തലയ്ക്ക് പുറകിൽ കിട്ടിയ അടിയില് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട പാർട്ടിലെ ഡാമേജ് വന്നതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു. ഈ മെമ്മറി ലോസിന് ഞങ്ങളുടെ മെഡിക്കൽ ഭാഷയിൽ TCA എന്ന് പറയും. അതായത് ട്രാൻഷ്യൻ ഗ്ലോബൽ ഡിമെൻഷ്യ. ശ്രീകർ ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും അപരിചിതരായിട്ട് കാണുന്നത്. ബന്ധങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മറന്നുപോയി. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഓർമ്മകളെല്ലാം അവന് നഷ്ടപ്പെട്ടു. ഇതൊന്നും സത്യമല്ല. ഇതെല്ലാം കള്ളാന്ന് പറ ഡോക്ടർ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ ഏട്ടൻ ഞങ്ങളെല്ലാവരും തിരിച്ചറിയണം. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യ ഡോക്ടറെ. അപ്പോ എന്റെ ശ്രീകരേട്ടന് പാസ്റ്റ് ഒന്നും ഇനി ഓർമ്മ വരില്ലേ? ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണോ? അങ്ങനെ പറഞ്ഞില്ല. പേഷ്യന്റിനെ മെമ്മറി ലോസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉണ്ട്. ആ മെഡിക്കേഷൻ ഫോളോ ചെയ്താൽ റിക്കവർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അയ്യോ ഭഗവാനെ, എന്റെ മോനോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവന്റെ ജീവൻ അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള ശുഭവാർത്ത കേട്ട് സന്തോഷിക്കുന്നതിന് മുൻപേ എന്തിനാ ഞങ്ങളെ വിഷമിപ്പിക്കാൻ നീ ഒരു പരീക്ഷണം തന്നെ? ഡോക്ടർ സാറ്, നിങ്ങൾ എന്തൊരു ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ? അതൊന്ന് പെട്ടെന്ന് തുടങ്ങിക്കോ ഡോക്ടറെ. എന്റെ മോനെ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ തന്നെ വേണം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പൈസയുടെ കാര്യമൊന്നും ചിന്തിക്കണ്ട ഡോക്ടറെ. എന്റെ മോനെ ഒരു സാധാരണ മനുഷ്യനായി തിരിച്ചു കൊണ്ടുവരാൻ എത്ര പണം ചെലവഴിക്കാനും ഞങ്ങൾക്ക് മടിയില്ല. ഇവിടെ പറ്റില്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ റെഫർ ചെയ്താലും കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ലഭിക്കാത്ത ചികിത്സയില്ല സാർ.
അതിനുവേണ്ടി പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ഞങ്ങൾ അനിയനെ തിരിച്ചറിഞ്ഞു ഡോക്ടർ. ഇത്തരം പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അമർനാഥ്. അദ്ദേഹം മെമ്മറി ലോസ് ഉള്ള പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് സക്സസ്ഫുള്ളി അവരുടെ മെമ്മറീസും പാസ്റ്റും അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് തരാം. ശ്രീകറിൻ്റെ റിപ്പോർട്ട്സ് ഞാൻ അയച്ചു കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അദ്ദേഹത്തെ ആർക്ക് വേണമെങ്കിലും പോയി കാണാം, പക്ഷേ ഡിസ്റ്റർബ് ചെയ്യരുത്. അദ്ദേഹം ഡിസ്റ്റർബ്ഡായ കണ്ടീഷൻ കൂടുതൽ ക്രിട്ടിക്കലാകും. നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് കരുതിയില്ല. ഐ എം സോറി. നിഹാരികയുടെ അടുത്തുനിന്ന് ഇതുവരെ ഒരു കോള് വന്നിട്ടില്ല. അവിടുത്തെ അവസ്ഥ ഇപ്പൊ എന്താണോ എന്തോ. നീ വിളിച്ചു നോക്ക്. വഴക്ക് പറയും. അതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. വിളിച്ചു നോക്കുന്നേ. ദേ നിഹാരിക വിളിക്കുന്നുണ്ട്. ഹലോ, ശ്രീകറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ശ്രീകറിന് ജീവൻ ഒരു അപകടമില്ലാതെ രക്ഷപ്പെട്ടു ഗൗതമി. ഭഗവാനെ, മനസ്സിനൊരു സമാധാനം കിട്ടി. പക്ഷെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ഗൗതമി. ബാഡ് ന്യൂസോ? എന്താ അത്? ശ്രീകരേട്ടന്റെ തലയ്ക്ക് ശക്തിയായ അടിയേറ്റതുകൊണ്ട് മെമ്മറി ലോസ് ഉണ്ടെന്ന്. മെമ്മറി ലോസോ? ഗൗതമി, എന്തു പറ്റി? സ്പീക്കർ ഓൺ ചെയ്. അതെ ഗൗതമി, ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആരെയും ഓർക്കുന്നത് പോലുമില്ല, പാരന്റ്സിനെ പോലും. നിഹ, ഈ വിഷമത്തിന്റെ ഇടയിൽ ഞാനൊരു നല്ല കാര്യം പറയട്ടെ. വിഷമത്തില് നല്ല കാര്യോ? എന്തൊക്കെയാ പറയുന്നേ? ശ്രീകർ പാസ്റ്റ് മറന്നു പോയതുകൊണ്ട് നിനക്കാ ലാഭം. ഗൗതമി, ഞാൻ അല്ലെങ്കിൽ വിഷമത്തില. ഈ സമയത്ത് തമാശ പറയല്ലേ. എടി, ഇത്തരം കാര്യത്തിൽ ആരെങ്കിലും തമാശ പറയോ? അതും നിന്നോട്. ശരി, എന്താന്ന് പറയും. ആവിനെ കല്യാണം കഴിച്ച കാര്യം ലവൻ മറന്നുപോയില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഗൗതമി. അത് ശരിയല്ലേ നിഹാരിക? ഗൗതമി പറഞ്ഞതുപോലെ നിനക്കല്ലേ ബെനിഫിറ്റ് ബേബി. ഇനി നിനക്ക് അവനുടെ ശല്യം ഉണ്ടാവില്ല. ആ വികാസിന്റെ കയ്യിലുള്ള ഗണ്ണെടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും വെടിവെച്ച് കൊല്ലേ വേണ്ടേ. അതിപ്പോ എന്താ നീ അങ്ങനെ പറഞ്ഞത്? വിവരമില്ലേ? ഒരാളെയും ഓർമ്മയില്ലെന്ന് പറയുമ്പോ ആവിനെ കിട്ടിയ കാര്യം മാത്രമല്ല, ഞാൻ അഭിനയിച്ചു കാണിച്ച പ്രേമകഥയും കൂട്ടത്തിൽ എന്നെ അവൻ മറന്നു പോവില്ലേ? പൊട്ടി പൊട്ടി പൊട്ടി. സത്യമാണ് ബേബി. എന്താ വേണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് വിവരം അറിയിക്കാന്ന് കരുതി വിളിച്ചതാ ഞാൻ. ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം. നിഹ, ഇങ്ങനെ ആയതെന്താ? ശ്രീകറുമായിട്ടുള്ള കല്യാണം അടുത്ത് വരുന്ന ഈ സമയത്ത് ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. മെമ്മറി ലോസ് ആവുക പറഞ്ഞ എങ്ങനെയാ? ഇനിയിപ്പോ നിഹാരികയുടെ അവസ്ഥ എന്താവും? കാര്യം എന്താ? ബാഡ് ന്യൂസ് ആണ് അളിയ. ആർക്ക്? നിങ്ങൾക്കോ എനിക്കോ? അല്ല, എന്താ നിങ്ങളുടെ ബാഡ് ന്യൂസ്? ശ്രീകറിന് മെമ്മറി ലോസ് ആണത്രേ. മൈ ഗോഡ്, ഓ ഇറ്റ്സ് എ ഷോക്കിംഗ് ന്യൂസ്. നിഹാരികയുടെ അവസ്ഥ എന്താവൂന്ന് ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതായത് ഇപ്പോ ശ്രീകറിന് മെമ്മറി ലോസ് ആയതുകൊണ്ട് നിഹാരികയുടെയും എന്റെയും കല്യാണം നടത്തുവെന്നാണോ? അതൊരിക്കലും നടക്കില്ല. ഞാൻ നിഹാരികയെ കെട്ടില്ല. അവനിയെ മതി എനിക്ക്. അവളാണ് എൻ്റെ ഭാര്യ. അവളാ എൻ്റെ എല്ലാം. ഈ സമയത്ത് അവനുമായിട്ടുള്ള കല്യാണ മുഹൂർത്തം കുറിക്കാൻ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ചേച്ചി. ശരി, നമുക്ക് നാളെ നോക്കാം.
സാഡിസ്റ്റിന് എപ്പോഴും അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷമം അവനൊരു പ്രശ്നേ അല്ല. നിഹാരികയുടെ അവസ്ഥ എന്താവുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ആവനി, ചേച്ചി എന്താ? എവിടുന്നാ നീ വരുന്നേ? അമ്പലത്തിന്ന്. ഗ്രാമത്തിന്ന് എപ്പോഴാ തിരിച്ചെത്തി? പുലർച്ചെ. എന്തു പറ്റി? നിനക്ക് എന്താ ഒരു വിഷമം പോലെ? ചേച്ചി, എന്താ മോളെ? ഗ്രാമത്തിലെ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം കഴിയുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ചേച്ചി. രാത്രിയായപ്പോ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സംഭവിച്ച. എന്താ പറ്റിയേ? ഇന്നലെ ഉറങ്ങിക്കിടക്കുമ്പോ ആരോ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. ശ്രീകർ സാറ് ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം കോൺഷ്യസ് ആയിട്ടുണ്ട്. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണിപ്പോ. ശ്രീകറിന്റെ ജീവൻ ഒരു അപകടം പറ്റാതെ രക്ഷപ്പെട്ടില്ലേ? പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ? ഇതെല്ലാം സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാ, ഭാഗ്യം തന്നെയാ. പക്ഷേ ഏട്ടൻ കഴിഞ്ഞതെല്ലാം മറന്നുപോയി ചേച്ചി. എന്താ? അതെ ചേച്ചി. ആരാ നിങ്ങളൊക്കെ? ശ്രീകറിന് മെമ്മറി ലോസ് സംഭവിച്ചു. ഇതെന്തൊരു വിധിയാ മോളെ നിന്റെ. ഏട്ടൻ കഴിഞ്ഞതെല്ലാം മറന്നുപോയി. ഒരാളെയും ഏട്ടൻ ഓർമ്മയില്ല. എന്നെ നോക്കി നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോവായിരുന്നു ചേച്ചി. ഇതെല്ലാം സംഭവിക്കാനുള്ള കാരണം എന്റെ കഴുത്തിലുള്ള താലി ഞാൻ നഷ്ടപ്പെടുത്തിയതുകൊണ്ടാ ചേച്ചി. എവിടെയാ അത് കളഞ്ഞു പോയത്, എപ്പോഴത് നഷ്ടപ്പെട്ടത് എന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വട്ട പിടിച്ചവളെ പോലെ ഈ റോഡിൽ ഇറങ്ങി ഞാൻ നടക്കായിരുന്നു. അമ്പലത്തിൽ പോയി എന്റെ താലി എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ദൈവത്തിനോട് ഞാൻ വഴക്കുണ്ടാക്കി. ഇത്രയും നാളും ഞാൻ എന്റെ വീട്ടില് ഒരതിഥിയായി കഴിയുന്നതിനെ ഓർത്ത് വേദനിക്കുകയായിരുന്നു ഞാൻ. ആ വിഷമല്ല ഉടനെ തീരുമല്ലോ എന്നോർത്തപ്പോ ഇങ്ങനെ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നു. അവിടെ ആ വീട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ നിന്നപ്പോ, ഒരു കുടുംബമായി മാറിയപ്പോ, എല്ലാ സന്തോഷം ലഭിച്ചു എന്ന് വിചാരിച്ചപ്പോഴേക്ക് എങ്ങനെയായി മാറി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാ വൈകിപ്പിക്കരുതെന്ന് ശ്രീകരനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കല്യാണക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിന്റെ അവസ്ഥ ഇതാകുമായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ തന്നെ അവരോട് പറയാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചിരുന്നോ? ആഹാ, സമ്മതിച്ചില്ല. അവസരം വരട്ടെ അവസരം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുമല്ലായിരുന്നോ? എന്റെ കാഴ്ചയിൽ പക്ഷെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചതാ. നിങ്ങൾ വേണ്ടെന്ന് വെച്ചതാ, കൈവിട്ട് കളഞ്ഞതാ. ഇത് ഞാനിപ്പോ പറയാൻ പാടില്ല. പക്ഷെ ഇനി ഒരിക്കലും ശ്രീകരന് കഴിഞ്ഞത് ഓർമ്മയില്ലാതെ അങ്ങനെ തന്നെ നിന്നുപോയി നീ എന്ത് ചെയ്യും? ചേച്ചി, ദയവ് ഇതെങ്ങനെയൊന്നും എന്നോട് പറയരുത്. എനിക്കത് സഹിക്കില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നല്ലത് നടക്കുമെന്ന് പറഞ്ഞു, നല്ല ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ നിലയില്ല കയത്തിലായില്ലേ? നമ്മൾ ഊഹിച്ചിരുന്നോ ഇതൊക്കെ? ഇപ്പൊ ഉണ്ടായിരുന്ന പ്രതീക്ഷ പോലും ഇല്ലാതായില്ലേ? ഭാര്യയൊന്നും അംഗീകാരം ലഭിച്ചില്ല, മരുമകളായിട്ടും അംഗീകരിച്ചില്ല.
അതിനുള്ളിൽ ഇത്രയും വലിയ അപകടം സംഭവിച്ചല്ലോ. ശ്രീകറിന് ഒരു കുഴപ്പമില്ലാത്തപ്പോ അവനിത് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ ഈ അവസ്ഥയിലുള്ളപ്പോ അവൻ എങ്ങനെ പറയാനാ? പറഞ്ഞാല് നീ പറയുന്നത് ആര് കേൾക്കാനാ, ആര് വിശ്വസിക്കാനാ? എന്റെ താലി എനിക്ക് തിരിച്ചു കിട്ടിയതിന് ശേഷം എല്ലാം ശരിയാവും ചേച്ചി. ഞാൻ ചെല്ലട്ടെ. എന്റെ ഏട്ടനൊന്നും സംഭവിക്കില്ല. ഏട്ടന് കഴിഞ്ഞതെല്ലാം ഓർമ്മ വന്നോളൂ. എന്നെ ഏട്ടൻ കല്യാണം കഴിച്ച കാര്യം ഓർമ്മ വന്നോളൂ. ഞങ്ങൾക്കെല്ലാം നല്ലതേ സംഭവിക്കൂ, നല്ലതേ സംഭവിക്കൂ. സഡൻ ആയിട്ട് ഈ കുഞ്ഞളീന് ഇങ്ങനെ സംഭവിച്ചത് അത്ഭുതമായി പോയി. ഒരൊറ്റ നിമിഷം കൊണ്ട് വീടിന്റെ തിളക്കം നഷ്ടപ്പെട്ടതുപോലെയായി. എന്റെ മുൻ ഭൂതകാലം മറന്നപ്പോ വീട്ടിലൊരു മരണം നടന്ന പോലെ തന്നെ അത്രയും വിഷമം തോന്നാം. ന്യൂറോ സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ടല്ലോ, അദ്ദേഹം വന്ന എല്ലാം ഭേദമായിക്കോളും. നീ വിഷമിക്കണ്ട വേദ. നിങ്ങളെ കാത്തിരിക്കായിരുന്നു. വരൂ ഡോക്ടർ. ആയിക്കോട്ടെ. ഹലോ സർ. നമസ്തേ സർ. ഐ എം ഡോക്ടർ അമർനാഥ്. ഇരിക്കും ഡോക്ടർ. താങ്ക് യു. ശ്രീകറിന്റെ കേസിനെ പറ്റി ഡോക്ടർ മുരളി സാറ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. റിപ്പോർട്ടെല്ലാം കിട്ടിയിരുന്നു. ഞാനതിനെ കുറിച്ചെല്ലാം പഠിക്കുകയും ചെയ്തു. ഈ ട്രാൻസെൻഡ് ഗ്ലോബൽ ആംനേഷ്യ TC എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അപകടമാണെന്ന് തന്നെ വേണം കരുതാൻ. വലിയ തരത്തിൽ അതിന്റെ ശക്തി കാണിച്ച് പേഷ്യന്റിനെ സഫർ ചെയ്യിക്കും. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ TCA പേഷ്യൻസിനെ ഏകദേശം ഒരു 60 പേരോളം ഞാൻ റിക്കവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ എനിക്കത് കഴിയാതെ വന്നിട്ടുണ്ട്. ഡോക്ടർ ദൈവത്തിന് തുല്യനാണെന്ന് പറയാറുണ്ടെങ്കിലും ആ ദൈവത്തിന് പോലും ഭേദമാക്കാൻ പറ്റാത്ത പലതുമുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തായാലും വേണ്ടില്ല, ഞങ്ങളുടെ ശ്രീകറിന് കഴിഞ്ഞതെല്ലാം ഓർമ്മയുണ്ടായാൽ മതി. അതിനെത്ര പണം ചെലവായാലും സാരമില്ല. ശ്രീകരേട്ടന് കഴിഞ്ഞതൊന്നും ഓർമ്മ വന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും ഡോക്ടർ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യും. നിങ്ങൾ എല്ലാവരും പേഷ്യന്റിന്റെ ആരൊക്കെയാണെന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. നിങ്ങൾ വേദവതി അമ്മയും പ്രസാദ് റാവു സാറും പേഷ്യന്റിന്റെ മദർ ആൻഡ് ഫാദർ ആണെന്ന് ഡോക്ടർ മുരളി പറഞ്ഞിരുന്നു. ഇനി ബാക്കിയുള്ളവർ പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാ, ശ്രീകറിന്റെ ചേട്ടനാ. ഡോക്ടർ പെർമനന്റ് ആയിട്ട് ഈ വീട്ടിൽ നിൽക്കുന്ന ആളൊന്നും അല്ല. കല്യാണം കഴിച്ചിട്ട് ദുബായിലേക്ക് പോകാൻ നിൽക്കുക. ശ്രീകരേട്ടനെ പരിചയപ്പെടുത്താനും മാത്രം ഇമ്പോർട്ടന്റ് ഒന്നും അല്ല ഡോക്ടർ. പേഷ്യന്റ് എവിടെയാണുള്ളത്? ആ റൂമില്. എന്നാൽ ആദ്യം ഞാൻ പോയി പേഷ്യന്റിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്നിട്ടെന്തായാലും പുറത്തേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ മതി. ശരി ഡോക്ടർ. സ്റ്റെല്ല, കം വിത്ത് മീ.
ശ്രീകർ, മിസ്റ്റർ ശ്രീകർ, ഹായ് ശ്രീകർ, ഹൗ ആർ യു?